ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഓരോ ആഘോഷങ്ങളുടെയും ഭാഗമായിട്ട് ഓരോ പലഹാരങ്ങളും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഓശാന ഞായറിൻ്റെ തലേദിവസം ഉണ്ടാക്കുന്ന ഒന്നാണ് കൊഴുക്കട്ട. ഇപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ ഉണ്ടാക്കാം. ഓശാന ഞായർ മാത്രമല്ല, അല്ലാതെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അമ്മമാർ പണ്ട് മുതലേ ഉണ്ടാക്കിയിരുന്ന ഒരു ആവിയിൽ വേവിച്ച ഹെൽത്തി സ്നാക്കാണിത്. നല്ല വറുത്ത അരിപ്പൊടിയാണ് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1/2 കിലോയോളം ശർക്കര എടുത്തിട്ടുണ്ട്. മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതേപോലെ തന്നെ 1 മുറി തേങ്ങയുടെ പീര ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പൊടി കുഴയ്ക്കാനായിട്ട് ഉപ്പ് ചേർത്ത് തിളപ്പിച്ച വെള്ളം വേണം. വെള്ളം നല്ല ചൂടോടെ വേണം എടുക്കാനായിട്ട്. നമ്മുടെ പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് തിളച്ച വെള്ളം തന്നെ എടുക്കുക. അതേപോലെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഏലക്കയും ജീരകവും കൂടി. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പൊടിയിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. നല്ലവണ്ണം വറുത്ത പൊടിയൊക്കെ ആകുമ്പോൾ കൂടുതൽ വെള്ളം ഇതിലേക്ക് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്നിച്ച് വെള്ളം ആരും ഒഴിക്കരുത്. നമുക്ക് വെള്ളം കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് പൊടി ഇട്ടൊക്കെ കൊടുക്കേണ്ടി വരും. അതിലും നല്ലത് അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് കുഴയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് സ്പൂൺ ഉപയോഗിച്ച് കുഴയ്ക്കുക. അതിനുശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇതിൻ്റെ പൊടിയുടെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ വെച്ച് പരത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവമാണ്. ഇനി നമുക്ക് ശർക്കരയും പീരയും വിളയിച്ചെടുക്കാം. അതിനായിട്ട് 1/2 ഗ്ലാസ് വെള്ളം ആണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ചിലർ ശർക്കര ചീകി പീരയുമായിട്ട് മിക്സ് ചെയ്ത് കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ട്. ഇതേപോലെ വിളയിക്കൊന്നും ചെയ്യാതെ തന്നെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ വേറൊരു രീതി എന്ന് പറയുമ്പോൾ ശർക്കര പാനി ഉണ്ടാക്കിയ ശേഷം അത് അരിച്ചെടുത്ത് വെച്ചിട്ട് പീര ചെറുതായിട്ട് വറുത്ത ശേഷം അതിലേക്ക് ശർക്കര പാനി ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുത്ത് ഉണ്ടാക്കാറുണ്ട്. ഏത് രീതിയാണെങ്കിലും നമുക്ക് കൂടുതൽ ദിവസം ഇരിക്കണമെങ്കിൽ നല്ലത് നമ്മളൊന്ന് വിളയിച്ച ശേഷം ഉണ്ടാക്കുന്നത് തന്നെയാണ്. നമ്മുടെ ശർക്കര പാനി ഒരു ചെറിയ രീതിയിൽ നൂൽപ്പരുവാകുമ്പോൾ നമുക്ക് പീര ഇതിലേക്ക് ചേർത്തിളക്കി ഒന്ന് വരട്ടിയെടുക്കാം. പൊടി കുഴച്ച് വെച്ചത് നമ്മുടെ ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ തന്നെ ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് ഉരുട്ടിയെടുത്തിട്ട് കൈ വെച്ച് പ്രസ് ചെയ്ത് എന്നിട്ട് നമുക്ക് ഇതേ ഷേപ്പിൽ എടുക്കുക. ഇനി നമുക്കിതിൽ ശർക്കരയും പീരയും വിളയിച്ചത് വെച്ച് എല്ലാ സൈഡിൽ നിന്നും അടച്ച് നമുക്ക് ബോൾ പോലെ ആക്കിയെടുക്കുക. അതായത് കൊഴുക്കട്ടയുടെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് അപ്പച്ചെമ്പിൽ വെച്ച് അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് റെഡിയായി കിട്ടും. നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നന്നായിട്ട് വെള്ളം അപ്പച്ചെമ്പിൽ ഒഴിച്ചിട്ട് വേണം വെക്കാനെന്നുള്ളതാണ്. ഒട്ടും കുറഞ്ഞു പോകരുത്. നമ്മൾ എന്ത് അപ്പച്ചെമ്പിൽ വെച്ച് വേവിച്ചെടുത്താലും വെള്ളം കുറഞ്ഞു പോകരുത്. വെള്ളം കുറഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞൊക്കെ പിടിക്കും. ഇപ്പോൾ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.